ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കുറേ നാളുകളായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ സമയം കിട്ടാറേ ഇല്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓർഡറുകളുടെ തിരക്കാണ്. അപ്പോൾ അതിന് പിന്നിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും ഒക്കെയാണ് കേട്ടോ. എന്തായാലും എല്ലാവർക്കും നന്ദി, ഹൃദയം നിറഞ്ഞ നന്ദി. ഇപ്പോൾ കാണുന്നത് നമ്മുടെ ഓരോ പാക്കിങ് നമ്മൾ പാക്ക് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ അടുത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് തിരക്കുണ്ടായിരുന്നത് നമുക്ക് ഹെയർ ഓയിൽ, ഷാമ്പൂ, ലിപ് ബാം, ഇത് മൂന്നിനുമായിരുന്നു. ഒരുപാട് ഓർഡറുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് മേക്കിങ്ങും അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല ബിസി ആയിരുന്നു കേട്ടോ. നമ്മളെപ്പോഴും സ്കിന്നിന് വേണ്ടി സോപ്പ്, ഷാമ്പൂ, ഹെയർ ഓയിൽ ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മൾ സ്കിന്നിനും ഹെയറിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഏറ്റവും നല്ലത് നോക്കിയിട്ട് നമ്മൾ വാങ്ങിയിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, പുറത്ത് എത്ര നല്ലത് ഉപയോഗിച്ചാലും ശരീരത്തിനുള്ളിൽ നല്ലത് എത്തുന്നില്ലെങ്കിൽ ആ ആരോഗ്യം പൂർണ്ണമാകില്ല എന്ന് എല്ലാവർക്കും അറിയണ കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള നല്ല ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഐറ്റംസ് ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാനിത് സ്ഥിരമായിട്ട് കഴിക്കാൻ തുടങ്ങിയപ്പോൾ, കുറച്ച് നാൾ സ്ഥിരമായിട്ട് കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് മാറി. അതായത് നമ്മൾ എത്ര ഹെയർ ഓയിൽ തേച്ചാലും നമുക്ക് മുടി കൊഴിച്ചിൽ മാറണമെന്നില്ല. നമുക്ക് എന്തെങ്കിലും വിറ്റാമിൻ ഡിയുടെ കുറവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും അതേപോലെ തന്നെ ചെറിയ ചില വിറ്റാമിൻസിൻ്റെ കുറവ് കൊണ്ടൊക്കെയും മുടി കൊഴിച്ചിൽ ഉണ്ടാകാം. അപ്പോൾ ഈ ഒരു സംഭവം സ്ഥിരമായിട്ട് കഴിക്കാൻ തുടങ്ങിയതോടുകൂടി മുടി കൊഴിച്ചിൽ മുഴുവനായും മാറിയതുപോലെ, അതായത് 90% മാറി എന്ന് തന്നെ പറയാം. പിന്നെ അതേപോലെ തന്നെ ഓരോ ദിവസവും നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ട് തോന്നും, നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നും. അപ്പോൾ ഇതെൻ്റെ ഒരു വ്യക്തിപരമായൊരു അനുഭവമാണ്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനി മുതൽ ഈ ചാനലിൽ സോപ്പ് ഉണ്ടാക്കൽ മാത്രമല്ല, അതായത് ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ, എളുപ്പമുള്ള ഹെൽത്ത് റെസിപ്പികൾ, പ്രകൃതിദത്ത ജീവിത ശൈലി, അതേപോലെ എൻ്റെ ചെറിയ ഡേ ഇൻ മൈ ലൈഫ് നിമിഷങ്ങൾ, ഇങ്ങനെയൊക്കെ. പിന്നെ നമ്മളെ ബിസിനസ്സിൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ, ഇതെല്ലാം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം സുന്ദരമായ സ്കിൻ മാത്രം പോരാ, നമുക്ക് ആരോഗ്യമുള്ള ശരീരവും സന്തോഷമുള്ള മനസ്സും കൂടി ഉള്ളതാണ് യഥാർത്ഥ സൗന്ദര്യം, അല്ലേ? പിന്നെ ഞാൻ കഴിഞ്ഞ തവണ ഇട്ട ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു പറ്റിക്കലിന് ഇരയായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പെട്ടെന്ന് വീഡിയോ ഇടാൻ പറ്റാത്തത് കൊണ്ട് ഞാനിപ്പോൾ അത് ഓർത്ത് വെച്ചിട്ട് ആ കാര്യം പറയുകയാണ്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഹോൾസെയിലായിട്ട് സോപ്പ് ബേസ് എവിടെ നിന്ന് എടുക്കണം, അല്ലെങ്കിൽ മറ്റ് ഐറ്റംസുകൾ എവിടെ നിന്ന് എടുക്കണമെന്നൊക്കെ. അപ്പോൾ നമ്മൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്ത്യ മാർട്ടിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ പലരും ഇന്ത്യ മാർട്ടിൽ എവിടെ നിന്നാണ് വാങ്ങിക്കുകയെന്ന് അറിയില്ല. അതേപോലെ നമ്മൾ പുതിയ ഐറ്റംസ് കാണുമ്പോൾ അല്ലെങ്കിൽ കുറച്ചും കൂടി വിലക്കുറവ് കാണുമ്പോൾ ഒക്കെ നമ്മൾ അവിടെ നിന്ന് എടുക്കാമെന്നൊക്കെ വിചാരിക്കും. അതേപോലെ ഞാൻ ഒരു 5-6 മാസം മുൻപ് കുറച്ച് പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സോപ്പ് ബേസും മറ്റ് വേറെ എന്തൊക്കെയോ ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ അത് എനിക്ക് അന്ന് കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സോപ്പ് ബേസൊന്നും അത്ര ക്വാളിറ്റി ഉള്ളതല്ല, നോർമൽ ക്വാളിറ്റിയാണ്. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് ഞാൻ അവരുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും അവരെനിക്ക് മെസ്സേജ് അയച്ചു, പിന്നെ നല്ല പ്രൊഡക്റ്റാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്, മാഡം ഒരിക്കൽ കൂടി എടുത്തു നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ വീണ്ടും നല്ലതാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ വീണ്ടും കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തു. ഒരു 16,000 രൂപയുടെ ഒരു ഐറ്റംസ് ആയിരുന്നു. അതിന് ഞാൻ 8,000 രൂപ അഡ്വാൻസ് ഇട്ട് കൊടുത്തു. ക്യാഷ് കിട്ടുന്നതിൻ്റെ മുന്നേ വരെ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, അയക്കണോ, നാളെ അയക്കാം, ക്യാഷ് അയച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷേ ക്യാഷ് ഇട്ടതിൻ്റെ ശേഷം ഞാൻ വിളിച്ചാൽ അവർ ഫോൺ എടുക്കില്ല. പിന്നീട് എൻ്റെ നമ്പർ അവർ ബ്ലോക്ക് ചെയ്ത് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അവർ ഹിന്ദിയാണ് സംസാരിക്കുക. അപ്പോൾ എനിക്ക് ഹിന്ദി അറിയില്ല. അപ്പോൾ ഞാൻ ഹിന്ദി അറിയുന്ന 2-3 പേരെ കൊണ്ടൊക്കെ വിളിപ്പിച്ചു. അതേപോലെ ഇന്ത്യ മാർട്ടിൽ വിളിച്ചു. അപ്പോൾ അവരൊക്കെ അന്വേഷിക്കാം, നാളെ പറയാം എന്ന് പറഞ്ഞ്. അതേപോലെ ഷോപ്പ് ഓണറാണെന്ന് ആണ് തോന്നുന്നുണ്ട്, അവർക്ക് വിളിച്ചു. അവരും നാളെ അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ്. പിന്നെ അവരും വിളിച്ചാൽ ആ നമ്പറിൽ നിന്ന് പിന്നെ ഫോൺ എടുക്കില്ല. അപ്പോൾ ഇന്ത്യ മാർട്ടിൽ നോക്കുമ്പോൾ അത് ഒരു 4-5 വർഷമായിട്ട് ഒക്കെ അതിലുള്ള ആൾക്കാരാണ്.
നല്ല രീതിയിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ രീതിയിലാണ് കാണുന്നത്. ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കാണിക്കാം. ഞാനത് തുറന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ, കുറേ ആൾക്കാർ അങ്ങനെ നമ്മൾ ഇന്ത്യ മാർട്ടിലൊക്കെ നോക്കി, ഇന്ത്യ മാർട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഭവം ആണെന്നാണല്ലോ ഇപ്പോൾ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ആരും പോയി പെടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് വാങ്ങിക്കുക എന്നല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒന്നിൽ ചിലപ്പോൾ ഇതിലാരും പോയി പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ അവരുടെ ആ ഒരു ഇന്ത്യ മാർട്ടിൻ്റെ അവരുടെ ആ ഒരു സൈറ്റും അതേപോലെ തന്നെ ഞാൻ ക്യാഷ് അയച്ച സ്ക്രീൻഷോട്ടും ഒക്കെ കാണിച്ചു തരാം. ഇതുവരെ എനിക്കതിൻ്റെ ഇനിയിപ്പോൾ അവർ ആ പ്രൊഡക്റ്റ് തന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ നമുക്ക് റീഫണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഞങ്ങൾ ആലപ്പുഴ ഹൗസ് ബോട്ടിങ്ങിന് പോയപ്പോൾ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ ഇന്ത്യ മാർട്ടിലെ ആ ഒരു സൈറ്റ്. ഇതാണ് നാച്ചുറലി സോപ്പ് കോ എന്നാണ്. ഇതിൽ കുറേ പ്രൊഡക്റ്റുകൾ കാണാനുണ്ട്. കുറേ ഷാംപൂ ബേസ്, അതേപോലെ തന്നെ ഷവർ ജെല്ല്, ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. സോപ്പുകൾ കാണാനുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് കാണാനുണ്ട്. ഒരു 6 വർഷമായിട്ടൊക്കെ ഇന്ത്യ മാർട്ടിൽ ചെയ്യുന്ന ആൾക്കാരാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ട് പിന്നെ ആദ്യത്തെ ഒരു പ്രാവശ്യം നമുക്ക് പ്രൊഡക്റ്റ് കിട്ടിയാൽ പിന്നെ നമുക്കൊരു വിശ്വാസമാവുമല്ലോ. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ രണ്ടാമതും ക്യാഷ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ആ ഒരു സൈറ്റിൽ കയറിയാൽ നമുക്കിങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇതാണ് ആ പേജിൽ നിന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചതാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ 2000 രൂപ അവർക്ക് അയച്ചു കൊടുത്തതാണ്. അന്ന് തന്നെ 6000, അങ്ങനെ 8000 രൂപ ഞാൻ 11 തീയതി മാർച്ച് 2026 ഏപ്രിൽ 11 അയച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പൈസ കിട്ടുന്നത് വരെ തലേ ദിവസം ഞാൻ ക്യാഷ് അയക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞ് പിന്നെ ക്യാഷ് അയച്ചാന്ന് ചോദിച്ച് അങ്ങനെ പിറ്റേ ദിവസമാണ് ഞാൻ അയച്ചു കൊടുത്തത്. പിന്നെ ഞാൻ അയച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് കുറച്ച് മെസ്സേജ് അയച്ച്, അതൊക്കെ ബ്ലൂ ടിക്ക് ആയിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ അവർ നമ്പർ ബ്ലോക്ക് ആക്കുകയാണ് ചെയ്തത്. അവരെ പ്രൊഫൈൽ പിക്ചറും കാണാനില്ല. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഞാൻ കുറേ പേരെ കൊണ്ട് വിളിപ്പിച്ചു, ഇന്ത്യ മാർട്ടിൽ വിളിച്ച് അവരായിട്ട് സംസാരിപ്പിച്ചു. അവരൊക്കെ വിവരം പറയാത്ത അപ്പം അത്രേ ഉള്ളൂ. അതാണ് ഞാൻ പറയണത്. അപ്പോൾ എങ്ങനെ നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മൾ ക്യാഷ് ഇട്ട് കൊടുക്കും എന്നുള്ളതാണ്. ഇപ്പോൾ കണ്ടില്ലേ, എൻ്റെ വാട്സപ്പിൽ അയാൾ ഓഫാക്കിയിട്ട് പോയത്. മുന്നേ മെസ്സേജ് അയച്ച കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർ പിന്നെ ഉള്ളതൊന്നും ഡബിൾ ടിക്ക് ആയിട്ട് പോലുമില്ല. പിന്നെ ഇതാ ഇപ്പോൾ 2 ഹായ് അയച്ചിട്ടുണ്ട്, അതും ഡബിൾ ടിക്ക് ആയിട്ടില്ല. പിന്നെ അവർക്ക് ഞാനിപ്പോൾ തന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണ സമയത്താണ് ഇപ്പോൾ ഈ കോൾ ചെയ്യണത്. അപ്പോൾ അന്ന് മുതൽ വിളിക്കുമ്പോഴൊക്കെ ഈ ബിസി എന്നാണ് കാണിക്കുന്നത്. ചില സമയത്ത് വിളിക്കുമ്പോൾ ഫസ്റ്റ് ഒരു ചെറുതായിട്ടൊരു റിങ് ചെയ്യും, പിന്നെ അത് ഇതുപോലെ ഇങ്ങനെ പറയാൻ തുടങ്ങും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അതറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതിൽ പോയി പെടണ്ട. അപ്പോൾ നമുക്ക് അറിയുന്നൊരു കാര്യം ഇതുപോലെ ഈ ഐറ്റംസുകളൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മളുടെ ആ ഒരു ഹെൽത്ത് മിക്സിൻ്റെ കാര്യം പറയാം കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ളത് ഞാൻ 1/2 കിലോ കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കറുത്ത എള്ള് കഴുകി നമ്മൾ ഉണക്കിയിട്ടില്ല. ഞാനിതിങ്ങനെ കഴുകിയിട്ട് നമ്മളൊരു അരിപ്പയിൽ വെച്ചിട്ട് ഇങ്ങനെ വെള്ളം വാരാൻ വേണ്ടി വെച്ച് 1 മണിക്കൂർ നേരം വെച്ചതിന് ശേഷം അത് ഉണ്ടാക്കാൻ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ 1/2 കിലോ എള്ളിലേക്ക് 100 ഗ്രാം കാഷ്യൂനട്ട്, 100 ഗ്രാം ആൽമണ്ട്, അതേപോലെ തന്നെ നമുക്ക് വെള്ള എള്ളുണ്ട്, വെളുത്ത കളറിലുള്ള എള്ള് ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. 100 ഗ്രാം സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, മത്തങ്ങയുടെ സീഡ്, കറുത്ത മുന്തിരി ഇതുപോലെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് വാര വെച്ചിട്ടുള്ളതാണ്. പിന്നെ അത്തിപ്പഴം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇവിടെ കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അത് കാരണം ഞാൻ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഓരോന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ മറ്റേ വേറൊരു സംഭവമല്ലേ, ഒരു താമര വിത്ത് എന്ന് പറയില്ലേ, അതിൻ്റെ പേര് ഞാൻ മറന്ന്. ആ സംഭവം നമുക്കിതിൽ 100 ഗ്രാം ചേർക്കാം.
പക്ഷേ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ചേർത്തിട്ടില്ല. അതുള്ളവർക്ക് അത് ചേർക്കാം. അതേപോലെ തന്നെ വാൾനട്ടും അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും ഇവിടെ ഉണ്ടായിരുന്നില്ല, ഈ മക്കാനി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഈ വാൾനട്ടൊന്നും അങ്ങനെ വലിയൊരു ടേസ്റ്റ് ഇല്ലാത്ത സാധനമാണ്. ഇവിടെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരാറുണ്ട്, പക്ഷേ ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ഇതുപോലെ എള്ളുണ്ട കഴിക്കുമ്പോൾ നല്ലതാണ്. എന്താ പറയുക, ഈ സംഭവമാക്കി ഇങ്ങനെ ഹെൽത്ത് ബോൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് അതൊക്കെ അറിയാതെ, ആ ടേസ്റ്റ് അറിയാതെ തന്നെ അത് നമ്മൾ കഴിക്കും. പിന്നെ ഈത്തപ്പഴം നല്ലതാണ്. ഈത്തപ്പഴം ഇങ്ങനെ നമുക്ക് ശർക്കരക്ക് പകരമായിട്ട് ഈത്തപ്പഴം, ഞാൻ കുറച്ച് ശർക്കര ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ഈത്തപ്പഴമാണ് ചേർത്തിട്ടുള്ളത്. എള്ളിൽ ആരോഗ്യകരമായ കൊഴുപ്പും കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. എല്ലുകൾക്കും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും സ്കിന്നിനും ഒക്കെ നല്ലതാണ്, മുടിക്കുമൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഹെൽത്ത് ബോൾ കഴിച്ചാൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണെന്നുള്ളത് ഒന്ന് കേട്ട് നോക്ക്. അണ്ടിപ്പരിപ്പിൽ നല്ല കൊഴുപ്പും പ്രോട്ടീനും മഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബദാമിലാണെങ്കിലോ വിറ്റാമിൻ ഇയും അതേപോലെ തന്നെ ആരോഗ്യകരമായ കൊഴുപ്പും അടങ്ങിയ ബദാം ഒരു സമീകൃത ആഹാരമാണ് എന്നാണ് പറയുക. കറുത്ത മുന്തിരി, ഇതിൽ ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട്. നല്ല മധുരം ഉണ്ടാവും, ഒരു ഡ്രൈ ഫ്രൂട്ടാണ്. സൺഫ്ലവർ സീഡിൽ വിറ്റാമിൻ ഇയും അത്തിപ്പഴത്തിലാണെങ്കിൽ ആരോഗ്യകരമായ ഫൈബറും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. പംകിൻ സീഡിൽ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. പ്രോട്ടീൻ, മഗ്നീഷ്യം, സിങ്ക് തുടങ്ങിയ പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ വെളുത്ത എള്ള് പ്രോട്ടീൻ, ഫൈബർ, ഇരുമ്പ്, മഗ്നീഷ്യം, സിങ്ക് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 100 ഗ്രാമെങ്കിലും ഈ ഒരു വെളുത്ത എള്ളും കൂടി ചേർക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇനി ആദ്യം നമ്മൾ ബദാം, അണ്ടിപ്പരിപ്പ് അങ്ങനെ പൊടിയാക്കാൻ പറ്റുന്ന ഐറ്റംസുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. നന്നായി പൊടിയണ്ട, ചെറിയൊരു തരിയുള്ള രീതിയിൽ ആക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഉണക്കമുന്തിരി അതും സെപ്പറേറ്റ് പൊടിച്ചെടുക്കാം. നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. അതേപോലെ തന്നെ അത്തിപ്പഴം, അതൊക്കെ നല്ല നനഞ്ഞ ഐറ്റംസ് ആണല്ലോ, അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് പൊടിച്ചതിൻ്റെ ശേഷം എള്ള് പിന്നെ നമ്മൾ ഇങ്ങനെ മിക്സിയിലിടുമ്പോൾ തന്നെ, ഗ്രൈൻഡറിലിടുമ്പോൾ തന്നെ ഒരു കുഴഞ്ഞ പരുവത്തിലാണ് കിട്ടുക. അപ്പോൾ ലാസ്റ്റ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. മധുരത്തിന് ഈത്തപ്പഴം ചേർക്കാം, ശർക്കര ചേർക്കാം, ഈത്തപ്പഴം മാത്രം ചേർക്കണവരുണ്ട്. ഞാനിതിൽ കുറച്ച് ശർക്കരയും കുറച്ച് ഈത്തപ്പഴവും ചേർത്തിട്ടുണ്ട്. അത് മിക്സിയിലടിക്കണ സമയത്ത് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. ശരിക്കും നമ്മൾ ഡെയിലി ഓരോ ബോൾ വെച്ചിട്ട് കഴിച്ചാൽ മതി. പക്ഷേ ഞാനിത് കുറച്ച് ദിവസമൊക്കെ, ഒരാഴ്ചയൊക്കെ ഞാൻ 2-3 ഉണ്ട വെച്ചിട്ട് കഴിച്ചിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാനിത് ഫ്രിഡ്ജിലാണ് വെക്കുക. കുറച്ച് ബോൾ ഫ്രീസറിലേക്ക് വെക്കും, കുറച്ച് താഴത്ത് വെക്കുക. അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ കഴിക്കാനൊക്കെ ഉള്ളത് താഴത്തേക്ക് വെക്കുക. അപ്പോൾ അത് അധികം ഉറപ്പുണ്ടാവില്ല. ഇനിയിപ്പോൾ ഫ്രീസറിലാണെങ്കിൽ തന്നെ നമ്മൾ ഒരു 10 മിനിറ്റ് മുന്നേ പുറത്തേക്ക് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായി കിട്ടും. നല്ല ടേസ്റ്റുമാണ്, ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ ഈ ടെൻഷൻ, അതേപോലെ നമുക്ക് സ്ട്രെസ്, അങ്ങനെ കുറേ കാര്യങ്ങൾക്കൊക്കെ, ഡിപ്രഷൻ പോലത്തെ സംഭവങ്ങൾക്ക് ഒക്കെ നല്ലൊരു ഇതാണ് എള്ള് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതൊരു മരുന്നല്ല. ഡിപ്രഷനുള്ള ആൾക്കാർ എള്ള് കഴിച്ചാൽ മാറും എന്നല്ല പറയണത്, പക്ഷെ അതിനൊക്കെ ഒരു ചെറിയ രീതിയിൽ ചെറുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒരു ഹാപ്പി ഹോർമോൺ ഉണ്ടാവുക എന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട്. അത് കുറേയൊക്കെ ശരിയാണെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. നമുക്ക് നല്ലൊരു എന്താ പറയുക, ഊർജ്ജസ്വലത എന്നൊക്കെ പറയില്ലേ, കഴിച്ചാൽ നമുക്ക് നല്ലൊരു ഉന്മേഷമാവും. ഇനിയിപ്പോൾ ഒന്ന് എന്താ ചെയ്യുക, എന്തെങ്കിലും ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടാവും. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഇന്നിപ്പോൾ എന്ത് ചെയ്യാൻ, അങ്ങനെ ആകൊരു ഇന്നൊന്നും വയ്യ, അങ്ങനത്തെ ഒരു തോന്നലിൽ നിന്നൊക്കെ നല്ലൊരു മാറ്റം പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ശരീരത്തിനും മുടിക്കും സ്കിന്നിനും മൊത്തത്തിൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇത് ഞാൻ കഴിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ശരിക്കും നമ്മൾ 2 നേരം ഓരോ ബോൾ വെച്ച് കഴിച്ചാൽ മതി. പക്ഷെ ഞാൻ ഒരു രാവിലെ 2 വൈകിട്ട് 2 വെച്ചിട്ട് 4-5 ദിവസമൊക്കെ കഴിച്ചിരുന്നു. പിന്നീട് അത് 2 നേരം വെച്ചിട്ടായി. പിന്നെ അത് 1 മാസം
ഒരു മാസമൊക്കെ ആവാനായപ്പോൾ ഒരു 20 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഡെയിലി ഓരോ ബോൾ കഴിച്ചിരുന്നു കേട്ടോ, ഓരോ ഉണ്ട. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും 2 ഉണ്ട പിന്നെ അല്ലെങ്കിൽ 1 ഉണ്ടൊക്കെ തന്നെ മതി. പക്ഷെ ടേസ്റ്റ് കൊണ്ടാണ് ഞാൻ ആദ്യം കുറേ കഴിച്ച് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഹെൽത്ത് ബോൾ ഒരുപാട് പേരുണ്ടാക്കി കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ, ഉണ്ടാക്കി കഴിച്ചവർ അത് ഒന്ന് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.